തൃശ്ശൂർ പൂരത്തിൻ്റെ ചമയത്തിൻ്റെ ഒരു ചമയപ്പുരയിലാണ് നമ്മൾ. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ചമയ നിർമ്മാണത്തിൻ്റെ വലിയൊരു പങ്ക് നിർവഹിക്കുന്നത് ചേർപ്പിൽ നിന്നുള്ള കൂത്തോക്കാരൻ സഹോദരന്മാരാണ്. അതിലെ ശ്രീ ഡേവിസേട്ടനാണ് നമ്മളോടൊപ്പം. നിരവധി വർഷങ്ങളായിട്ട് ഏകദേശം 1980-കൾ തൊട്ട് ഇദ്ദേഹം തന്നെ ഇവിടെ പണിക്ക് വരുന്നുണ്ടാവും. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തെ പറ്റി അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന എങ്ങനെയാണ് ഇതിൽ വന്നതിനെ പറ്റി ആളോട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ചോദിക്കാം. ഡേവിസേട്ടൻ്റെ ചേട്ടനും അതുപോലെ അച്ഛനും ഒക്കെ ഈ രംഗത്തുള്ള ആളുകളാണ്. എങ്ങനെയാണ് തിരുവമ്പാടിയിൽ അച്ഛൻ തൊട്ടുണ്ടോ അതോ അതിന് മുമ്പ് എങ്ങനെയാണ്? അതായത് ചേർപ്പുകാരൻ നിലയ്ക്ക് ചേർപ്പിൽ ഞാൻ പറഞ്ഞില്ലേ, കിരങ്ങാട്ട് ശങ്കരൻ നമ്പൂരിയുടെ കാലഘട്ടത്തിൽ ചമയ നവീകരണങ്ങൾ നടക്കുമ്പോൾ ആദ്യമായിട്ട് പ്ലേറ്റിങ്ങും തന്നെ നമുക്ക് പ്ലേറ്റിംഗ് എന്താണെന്ന് അറിയാത്ത ഒരു കാലം. ആ കാലത്ത് ആ പ്ലേറ്റിംഗ് പഠിച്ചെടുത്തതിൻ്റെ പേരിൽ മാത്രം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചമയപ്പരയിലേക്ക് വന്ന ആളുകളാണെന്ന് പറയാം. അപ്പം അന്ന് ഈ നേരത്തെ പറഞ്ഞ നവീകരണ കാലഘട്ടങ്ങളിൽ ഈ പ്ലേറ്റിംഗ് പഠിച്ചെടുത്തുകൊണ്ട് മാത്രം അന്ന് ചേർപ്പിൽ ഞങ്ങളുടെ ഫാമിലി, കുത്തകാരൻ ഫാമിലി, ചക്കാലമുറ്റത്ത് കുത്തകാരൻ ഫാമിലി എന്ന് പറഞ്ഞ നമ്മുടെ പൂർവികരടക്കം ഈ വർക്കിലേക്ക് വന്നു. 165 വർഷത്തിൽ കൂടുതലായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കൃത്യം 165 അതിന് കൂടുതൽ കുറയില്ല. ആ കാലഘട്ടം മുതൽ പാരമ്പര്യമായിട്ട് ഇനിയിപ്പോൾ ഈ ഒരു തലമുറ, ഞാനടക്കമുള്ള തലമുറ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടന്മാരുടെ മക്കളൊന്നും ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത് തെളിയും. അവരവരുടേതായ ലോകത്തിലേക്കാണ് പോകുന്നത്. ഈ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞ ഒരു ശാസ്ത്രീയ സംഭവം കണ്ടുപിടിക്കപ്പെട്ടതുകൊണ്ട് അത് പഠിച്ചെടുത്തുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ ഫാമിലി വന്നു. എൻ്റെ ഫാദർ മരിക്കുന്നത് 86-ലാണ്. അതിനുശേഷം മൂത്ത ചേട്ടച്ചാരി ജോസിൻ്റെ നേതൃത്വത്തിലാണ് വർക്ക് നടക്കുന്നത്. പിന്നെ ഇവിടെ പാരമ്പര്യമായിട്ട് പിന്നെ അങ്ങനെ അവർ ഏൽപ്പിച്ചു തരുന്ന രീതി നിലനിന്നുകൊണ്ട് 86, 87 തൊട്ട് ചേട്ടൻ്റെ നേതൃത്വത്തിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ ഫാദറിൻ്റെ കൂടെ പണിക്ക് വന്നിരുന്നു. പെരുവനം മാറാട്ടുപുഴ പൂരങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിലും പെരുവനം മാറാട്ടുപുഴ പൂരങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് ആ കാലത്ത് ഇവിടെയൊക്കെ ചമയില്ലാതിരുന്ന കാലത്ത് അവിടുന്ന് ചമയം കൊടുന്ന് പൂരം നടത്തിയിരുന്ന ഒരു അവസ്ഥയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ വർക്കില്ല. അവിടെ പെരുവനത്ത് ചേരിക്കലം കച്ചേരിയിലൊക്കെ ചമയ വർക്ക് നടന്നിരുന്നു. നമ്മുടെ അപ്പാപ്പന്മാരൊക്കെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും അവിടെ വർക്ക് ചെയ്യുന്നില്ല. കാരണം അവിടെ വർക്കില്ല, അവിടെ ചമയങ്ങളില്ല. നേരെ തിരിച്ച് തൃശ്ശൂർ അതുപോലുള്ള മറ്റു ക്ഷേത്രങ്ങളിലെ, പ്രത്യേകിച്ച് എറണാകുളം അതുപോലുള്ള ജില്ലകളിലെ, പാലക്കാട് ഉള്ള ക്ഷേത്രങ്ങളിലെ വർക്കുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രംഗത്ത് 40 വർഷത്തിലേറെയായി ഡേവിസേട്ടൻ തന്നെ സജീവമായിട്ട് ഈ രംഗത്തുണ്ട്. എന്തായാലും നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോവാം. നമ്മുടെ പൂര സംസ്കൃതിയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോലത്തിൻ്റെ പ്രാധാന്യം എനിക്കോണ ചമയങ്ങളിൽ ഏറ്റവും ആദ്യം ഉണ്ടായിട്ടുള്ള ഒരു കാര്യം കോലമാണ്. ഈ കോലം എന്ന് പറയുന്നത് തടമ്പ ഒരിക്കലും നിലത്ത് വെച്ച് ഇറക്കിപ്പോച്ച സമയത്തൊന്നും ചെയ്യില്ല. അപ്പോൾ അതിന് ആ ചൈതന്യഭാവം കൂടുതലുണ്ടാവാൻ വേണ്ടി അതിനൊരു ഓറ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് കോലം എന്നുള്ള സങ്കല്പം, അതിനുള്ള ഡിസൈനിങ്ങൊക്കെ ആദ്യകാലത്ത് പൂർവ്വർ ചിന്തിച്ചിട്ടുണ്ടാവാമെന്നാണ് നമ്മുടെയൊക്കെ ഒരു മനസ്സിലാക്കൽ. അപ്പോൾ അതിൻ്റെ 4 ഭാഗങ്ങളാണ് ശരിക്ക്. കോലത്തിന് നല്ലൊരു ഫ്രെയിം വേണം. ആ ഫ്രെയിമിനൊരു ദളധാര എന്ന് പറഞ്ഞ ഒരു ലേഔട്ട് കറക്റ്റ് ഉണ്ടായിരിക്കും. അത് വെട്ടിത്തിളങ്ങുന്ന ദളധാരയ്ക്കകത്ത് പിന്നെ പാലമുട്ട്, അരളിപ്പാലയുടെ മുട്ട് ഒറ്റ വരി ഫുള്ളായിട്ട് ഉണ്ടായിരിക്കും. ഗോളയ്ക്കും അതുപോലുള്ള ഒരു വരി പാലക്കായ വയ്ക്കും. പാലക്കായ എന്ന് പറയുന്നത് പണിക്കാർ സൗകര്യത്തിന് പറഞ്ഞു ഉപയോഗിച്ചത് പാലമൊട്ടാണ്, അരളിപ്പാലയുടെ മൊട്ടാണ്. അതുപോലെ തന്നെ ഏഴം പാലയുടെ പൂവാണ് ഇതിനകത്ത് പിന്നീട് ചുറ്റും വെച്ച് പിടിപ്പിക്കും, ഫില്ല് ചെയ്യുന്നത്. പിന്നെ അതിനൊരു തടമ്പിന് വേണ്ടി ഒരു പ്രഭാമണ്ഡലം എന്ന് പറഞ്ഞ സെപ്പറേറ്റ് ഒരു സാധനം, ഈ പീഠത്തിലായിരിക്കും തടമ്പ് വയ്ക്കുക. അതിന് വേണ്ടിയിട്ടാണ് പ്രഭാമണ്ഡലം. വിഷ്യ സർക്കിൾ, മറ്റേ പ്രകാശ വലയത്തിൻ്റെ പ്രതീകമായിട്ടാണ് പ്രഭാമണ്ഡലം എന്നുള്ള ഇത് വയ്ക്കുന്നത്. പിന്നെ അതിന് ഒന്നും കൂടി മകുടം ചേർത്തതിന് വേണ്ടിയിട്ടാണ് കോലം കൂട തന്നെ മുകളിൽ വയ്ക്കുന്നത്. തടമ്പിൽ കുട വയ്ക്കുന്ന രീതിയുണ്ട്. അതാണ് പിന്നീട് കോലത്തിൻ്റെ മുകളിൽ കുടയായിട്ട് സ്ഥാപിക്കാൻ തുടങ്ങിയത്. പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും അങ്ങനെ കുട്ടങ്ങൾ അങ്ങനെ അവിടെയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്പലത്തിനകത്ത് തടമ്പ് പുറത്തേക്ക് വരുമ്പോൾ കോലം കുട ചെറിയ കുട, അത് വെള്ളിയുടെയും സ്വർണ്ണത്തിൻ്റെയൊക്കെ ആയിരിക്കും. തനി സ്വർണ്ണത്തിലോ വെള്ളിയിലൊക്കെ ഉണ്ടാക്കി ചെറിയ കുട ഈ തടമ്പിൽ കുത്തിവെച്ചിട്ടാണ് തിരുമേനിമാർ പുറത്തേക്ക് വരിക. അപ്പോൾ ഈ കോലം എന്നുള്ള ഒരു സംസ്കാരം ശരിക്കും പറഞ്ഞാൽ വന്നിട്ട് എത്ര കാലമായി ഉണ്ടാവും എന്നുള്ളതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ഏത് കാലഘട്ടത്തിൽ ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാലൊക്കെ ഇല്ല. അപ്പോൾ ഈ ശക്തൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ചമയത്തിന് നേരത്തെ പറഞ്ഞ ഈ ഫില്ലിങ്ങിലും ഈ സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ
ഇതിൻ്റെ ഡിസൈനിങ്ങിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുകയും അത് ഉണ്ടായി തീർന്നിട്ടുണ്ടാവണം. ശക്തൻ ഊരത്തമ്പതിരടിക്ക് വേണ്ടി 7 നെറ്റിപ്പട്ടവും ഒരു എഴുന്നള്ളിപ്പ് കൂടെ ഉണ്ടാക്കുന്നതിന് തനി തുറന്നത്തിലാണ്. അതിനൊക്കെ ഈ നേരത്തെ പറഞ്ഞ ചിട്ടോട്ടങ്ങൾ ഇതൊക്കെ കറക്റ്റാണ്. ഇതിൻ്റെ ഫ്രെയിം വർക്ക് ആദ്യമായിട്ട് മരത്തിൽ ഈ ഫ്രെയിം തയ്യാറാക്കുകയും ഈ ദളധാരയും പൂക്കളും അതുപോലെ ഗോളകയും ഒക്കെ അടിച്ച് അത് സ്വർണ്ണ മുക്കുകയല്ലേ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എല്ലാത്തരം പണിക്കാരുടെയും ഒരു കൂട്ടായ്മ ഇതിനകത്തുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞ ഒരു അളവ് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ദളദള പണിത് കിട്ടി കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ആശയിലോട് പറഞ്ഞു കഴിഞ്ഞാൽ ആളതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കി തരാം. ആ വർക്ക് അവിടെ നടക്കും. അതുപോലെ തന്നെ ചെമ്പ് പണിക്കാരുണ്ട്. അവരാണ് ഈ നേരത്തെ പറഞ്ഞ അളവിൽ ഈ ദളധാരിയും പൂവ് പാലമുട്ട് സാധനങ്ങളൊക്കെ ഗോളക മാത്രം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർ മറ്റു വർക്കൊന്നും ചെയ്യില്ല. ഈ വിഗ്രഹം പണിയായിരിക്കുന്നവർക്ക് അതിനുള്ള ഇതില്ല. അതുകൊണ്ട് അവർ ആ വിഗ്രഹം മാത്രം അവർ കൃത്യം അളവ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഉയരം ഇത്ര വീതിയിൽ ഒരു വിഗ്രഹം എന്ന ഇതിൽ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കി തരും. നമ്മളതിൻ്റെ ഭാവം പറഞ്ഞു കഴിഞ്ഞാൽ അതും അതിൽ ഉൾക്കൊള്ളിക്കാൻ നോക്കും. നല്ല രീതിയിൽ പണിയുന്ന ഗോളകകൾ അത് അവരുണ്ടാക്കി തന്നു കഴിഞ്ഞാൽ പിന്നത്തെ പരിപാടിയാണ് പ്ലേറ്റിംഗ്. അത് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി തങ്കം പ്ലേറ്റ് ചെയ്യുക. അത് വീണ്ടും കൈകൊണ്ട് പോളിഷ് ചെയ്യണം. മറ്റേ മോട്ടറിൽ വയ്ക്കാൻ പറ്റില്ല പ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അതിനുശേഷം തുന്നുന്ന പണി മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നേരത്തെ പുരുഷന്മാരൊക്കെ ഉണ്ട്. അവരത് കൃത്യമായി ദളധാരയുടെ അളവിൽ കൃത്യം വരച്ചെടുത്ത് ആ തുണിയിൽ ഫുള്ളായിട്ട് തുന്നി പിടിക്കും. അതിനുശേഷം ആ ഫ്രെയിമിൽ ശരി പണിതുള്ള ഫ്രെയിമിൽ അത് വീണ്ടും തുന്നി പിടിപ്പിക്കും. ഈ കോലമാണ് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ കരുതാം. ബാക്കിയാണ് പിന്നീട് ഉണ്ടായിട്ടുണ്ടാവാൻ വഴിയുള്ളൂ. പിന്നെ ഈ എന്താ പറയുക ആനയുടെ നെറ്റിപ്പട്ടം അല്ലെങ്കിൽ തലയെക്കെട്ട് എന്ന് പറയുന്നത് അതും എന്താ പറയുക നമ്മളവിടെ കേരളത്തിലെ ഒരു സംസ്കാര പ്രകാരം പറയുമ്പോൾ പെരുവന മാറാട്ടുപുഴ പൂരങ്ങളിൽ കാലഗണന നോക്കുമ്പോഴാണ് അത് പറയുന്നത്. ഇപ്പോൾ 1500 ജില്ലാ വർഷത്തെ പൂരമാണ് നടക്കുന്നത്. അത്രയും വർഷം ഇത്തരം സാധനങ്ങളോ ഇത്തരം ചമയങ്ങളോ ഇത്തരം സന്നാഹങ്ങളോ ഉണ്ടായിരുന്നു ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ പിന്നീട് ഓരോ കാലഘട്ടത്തിലും ഇതിനെക്കുറിച്ചുള്ള ഒരു ചിന്തയും ഇതിനെക്കുറിച്ചുള്ള അല്ലെങ്കിൽ പുരാണങ്ങളിൽ പറഞ്ഞ പൊന്നണിഞ്ഞ ആനകളെക്കുറിച്ചുള്ള ഒരു സാധനം സാർത്ഥകമാക്കുന്നതിൽ നമുക്ക് നമ്മുടെ പൂർവികർ നല്ലൊരു പണിയെടുത്തിട്ടുണ്ട്. അത് ഓരോ 100 വർഷത്തിനിടയിലും ചെറിയ മാറ്റങ്ങളാണ് ഇന്ന് കാണുന്ന ഈ പൂർണ്ണത എന്ന് പറയുന്ന ഇന്ന് കാണുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ 170 വർഷത്തെ പഴക്കമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ കീരങ്ങാട്ട് ശങ്കരൻ നമ്പൂതിരി അങ്ങനെ ആൾ തീരുമാനിച്ച് എന്തായാലും ഇതിനൊരു അളവും ഒരു ഡിസൈനിങ്ങും കൃത്യതയും ഒക്കെ എല്ലാ കാര്യത്തിലും ഉണ്ടാക്കി. ആൾ ചാമരത്തിനുണ്ടാക്കി, ആലവട്ടത്തിനുണ്ടാക്കി. ആ 5 വട്ടം താമരവള എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ വരുന്നത് ഇങ്ങോരുടെ ഒരു ചിട്ടപ്പടത്തിന് ശേഷം ഓരോ കാലഗണിതം എടുത്തു നോക്കുമ്പോഴും അതിൻ്റെ പുറകിനും അതിന് മുമ്പ് എന്തായിരിക്കും അതിന് മുമ്പ് എന്താണെന്ന് ചിന്തിക്കുമ്പോൾ ഒരുപാട് സാധ്യത കുറവുണ്ട്. അതേസമയം ചെറിയ മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഉണ്ടായി വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന 250 വർഷത്തെ അല്ലെങ്കിൽ 300 വർഷത്തെ പൂരമല്ല അതിന് മുമ്പ് ഉണ്ടായിരുന്നതെന്ന് നമ്മൾ മനസ്സിൽ കണ്ടാലേ ആണ് നേരത്തെ പറഞ്ഞ ഇതിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഏറ്റവും അവസാനത്തെ ഡിസൈനിൽ നടന്നിട്ട് 170 വർഷമായിട്ടുള്ളൂ. നമ്മൾ 1442 വർഷത്തെ പൂരം എന്നൊക്കെ പറഞ്ഞ് പെരുവണ്ണാറട്ടൂർ പൂരം ആഘോഷിക്കുമ്പോൾ പോലും അന്നത്തെ ചമയ സങ്കല്പം ആനയെ എങ്ങനെ ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ വലിയ വിഷയങ്ങളാണ്. നേരത്തെ ചോദിച്ചില്ലേ ഇതിൻ്റെ ഏറ്റവും തുടക്കം എന്തായിരുന്നു. അപ്പോൾ കർഷകൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ AD 560. ആ കാലഘട്ടത്തിൽ അയാളാണ് ചക്രവർത്തി മോഹം തോന്നി സാമ്രാജ്യത്വം ഉണ്ടാക്കാൻ നടക്കുന്നത്. അയാളാണ് ആനേനെ കാട്ടിൽ നിന്ന് പിടിച്ചിട്ട് എതിർ സൈന്യത്തിന് തോൽപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ആ കാലത്താണ് ആ ആനയ്ക്ക് തന്നെ പടച്ചട്ടി ഉണ്ടാക്കുന്നത്. ചത്തുപോകേണ്ടത് നോക്കണല്ലോ ഈ സാധനത്തിന്. അങ്ങനെ അതിൻ്റെ ആയിരിക്കും തുടക്കം. അതിൽ നിന്ന് പിന്നീട് ഇന്നെത്തിയേക്കുന്ന ഈ പൊന്നണിഞ്ഞ ആന സങ്കല്പത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ആനച്ചമയങ്ങളിൽ കോലം കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നെറ്റിപ്പട്ടം അല്ലെങ്കിൽ തലയെക്കെട്ട്. ഈ തലയെക്കെട്ട് എന്നുള്ള ആ ഒരു രൂപത്തിൽ അതിലാണ് ഏറ്റവും കൂടുതൽ എണ്ണങ്ങളും ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങളും നടന്നിട്ടുള്ളത്. തലയെക്കെട്ട് ഇന്ന് നിലവിലുള്ള തലയെക്കെട്ട് രൂപങ്ങൾ ഏതൊക്കെയാണ്? പാലക്കാട്, ചൂരൽപ്പുളി, വണ്ടോട്, നാഗപടം. ഈ 4 ടൈപ്പ് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. അതിനപ്പുറമിട്ട് വേറെ ഒന്നിനെ പറ്റി ആരും ചിന്തിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പാരമ്പര്യ രീതിയിൽ നിന്ന് വിട്ടുമാറി പോകണ്ടെന്ന് ആലോചിക്കുന്ന ആൾക്കാർ, ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. ഒരു നെറ്റിപ്പട്ടം, ചൂരൽപ്പുളി നെറ്റിപ്പട്ടമാണ് ഇപ്പോൾ നമ്മളിതിൽ കാണുന്നത്. ഈ നെറ്റിപ്പട്ടത്തിൻ്റെ നിർമ്മാണം, നേരത്തെ കോലത്തിൻ്റെ നിർമ്മാണത്തെ പറ്റിയും കോലത്തിൻ്റെ വിവിധ സാധ്യതകളെ പറ്റിയൊക്കെ പറയുന്നത്. അതുപോലെ നെറ്റിപ്പട്ടം ആനയ്ക്ക് ഒരു പടച്ചട്ട അല്ലെങ്കിൽ എന്നുള്ള ഒരു സങ്കല്പത്തിൽ പഴയ കാലത്തിൽ യുദ്ധത്തിൽ ആനയ്ക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി തുടങ്ങി പിന്നീട്
ഇന്ന് കാണുന്ന നെറ്റിപ്പട്ടത്തിൻ്റെ രൂപത്തിലേക്ക് കീരങ്ങാട്ട് ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ കാലം മുതൽ വരികയും അതിൻ്റെ സാധ്യതകൾ മാറി മാറി ഇന്നത്തെ തലയെക്കെട്ടിലെത്തി നിൽക്കുകയാണ്. ഇതിൽ ഈ ചൂരപ്പൊളി നെറ്റിപ്പട്ടത്തിൽ ഉപയോഗിക്കുന്ന എണ്ണങ്ങളെ പറ്റി ഒന്ന് നമുക്ക് വിശദീകരിക്കാം. പ്രധാനമായിട്ട് നെറ്റിപ്പട്ടത്തിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് ആനയുടെ നെറ്റിത്തടത്തിൻ്റെ അനാട്ടമിയുമായി ബന്ധപ്പെട്ടാണ്. ആ അനാട്ടമിയും അതേസമയം ഈ അനാട്ടമിയോടൊപ്പം തന്നെ വിശ്വാസപരമായിട്ട് ചില കാര്യങ്ങളും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നെറ്റിപ്പട്ടത്തിൻ്റെ ഡിസൈനിങ് നടന്നിട്ടുള്ളത്. ആനയുടെ തലക്കുന്നിಗೆ പ്രതിനിധാനം ചെയ്യുന്ന 2 കിണ്ണങ്ങളാണ് വട്ടക്കിണ്ണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആനയുടെ റാ പോലെ നിൽക്കുന്ന അതിന് തലക്കുന്നി എന്നാണ്, അതിനെയാണ് ഈ വട്ടക്കിണ്ണം പ്രതിനിധാനം ചെയ്യുന്നത്. ആനയുടെ വായുയൂപം എന്നൊക്കെ പറയുന്ന കാര്യം ഈ കൂമ്പക്കിണ്ണം എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ അനാട്ടമിക്കലായിട്ടുള്ള ഏറ്റവും ആദ്യം എടുത്തു വെച്ചിട്ടുള്ള കാര്യം. പിന്നെ ഇതിൻ്റെ വിശ്വാസപരമായ സങ്കല്പം എന്ന് പറയുന്നത് അവിടെ നിന്ന് ഇങ്ങനെ പറയാം, ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നുള്ള സങ്കല്പം കൂടി. അതാണ് മുക്കണ്ണൻ. ഈ കുംഭകണ്ണത്തിന് മുക്കണ്ണൻ എന്ന സങ്കല്പത്തിലാണ് ആണ് ബ്രഹ്മാവ്, വിഷ്ണു, പരമേശ്വരൻ. സൃഷ്ടാവ്, പരിപാലിക്കുന്നവൻ, എന്തിനേയും സംഹരിക്കാൻ കഴിവുള്ളവർ. ഇനി ആനയുടെ ശരീരത്തിലെ 5 അത്ഭുതങ്ങളുണ്ട്. ആ 5 അത്ഭുതങ്ങളാണ് ഈ മുകളിലെ 5 കിണ്ണങ്ങൾ. അതിനെന്താ പറയുക? ആനയുടെ ശരീരത്തിലെ 5 അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് മൂക്ക് വലുതായി, തുമ്പിക്കൈയായി. എല്ലാ മൃഗങ്ങൾക്കും ശിരസിന് മുകളിലാണ് കൊമ്പ്. ആനയുടെ കോമ്പല്ല് വളർന്ന് കൊമ്പായി. ആനയുടെ വൃഷ്ണങ്ങൾ അകത്താണ്. വൃഷ്ണം എന്ന് പറഞ്ഞാൽ മനസ്സിലായി, പുരുഷലിംഗത്തോടുള്ള അടുത്തുള്ള പെനിട്രേറ്റീവ് മെൻസ് എന്ന് പറഞ്ഞതാണ്. ഉഷ്ണാകത്താണ്. അതായത് വയർപ്പ് ഗ്രന്ഥികളൊന്നും ഇല്ല ആനയ്ക്ക്. പുറത്താണ്. ആന ചൂടെടുത്ത് കഴിഞ്ഞാൽ ആകെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ പ്രധാന കാരണം കൂടിയാണ്. ഈ തുമ്പിക്കൈയിലൂടെ ചീറ്റിക്കളയുക ചെയ്യുന്നത് വയർപ്പ്. വിരലുകളില്ലാതെ മനുഷ്യനെ പോലെ നഖമുള്ളൊരു ജീവിയാണ് ആന. ഇതാണ് 5 അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഈ നേരത്തെ പറഞ്ഞ ഈ 5 കിണ്ണങ്ങൾ. നെറ്റിക്കിണ്ണം എന്ന് പറയുന്നത്. നെറ്റിക്കിണ്ണങ്ങൾ. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് കെട്ടി പിടിപ്പിക്കലാണ് ആനയുടെയും ഭംഗിയും വൃത്തിയുള്ള ആന എന്ന് പറയുക ശരിക്കും. അത് അവിടെ ഇവിടെയൊക്കെ പോയി കിടന്നു കഴിഞ്ഞാൽ ആ ആനയ്ക്ക് കെട്ടാവുന്ന നെറ്റിപ്പട്ടല്ല ഇതെന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ ആ ആന അത്ര നല്ല ഈ തലയെടുപ്പുള്ള ആനയല്ല എന്നും കൂടി വേണമെങ്കിൽ പറയാൻ നമുക്ക്. അപ്പോൾ 5 നെറ്റിക്കിണ്ണങ്ങളും ഈ 5 കിണ്ണങ്ങൾ വിശ്വാസപരമായിട്ട് പറയുന്നത് പഞ്ചാക്ഷരി മന്ത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഓം നമഃ ശിവായ എന്ന് പറഞ്ഞ സാധനമാണ്. നാ ജലമാണ്, മാ ഭൂമിയാണ്, ശീ അഗ്നിയാണ്, വാ വായുവാണ്, യാ ആകാശമാണ്. മനസ്സിലായോ? ഇതൊക്കെ ആകാശത്തേക്ക് നോക്കി നിൽക്കട്ടാ. മനുഷ്യരുടെ കണ്ണുകൾ മുകളിലേക്ക് ഉയർന്നു നിൽക്കണം. അതേപോലെ തന്നെയാണ് നേരത്തെ പറഞ്ഞ കോലത്തിലേക്ക് ഈ നേരത്തെ പറഞ്ഞ കണ്ണുകൾ മുഴുവൻ ഈ കോലത്തിലേക്ക് നോക്കി. ആനയുടെ മുഖത്ത് കെട്ടി അങ്ങനെ വീക്ഷിക്കുമ്പോൾ മാത്രമാണ് അത് ബോധ്യപ്പെട്ടുള്ളൂ നമുക്ക്. അതുവരെ പറ്റില്ല നമുക്ക്. പിന്നെയുള്ളത് തിരുനെറ്റിക്കിണ്ണം. ഇത് നെറ്റിക്കിണ്ണങ്ങൾ എന്ന് പറയും. മുകളിൽ നരയ്ക്കുന്ന നെറ്റിക്കിണ്ണങ്ങൾ. ഇത് തിരുനെറ്റിക്കിണ്ണം. ഇത് ഗജമുക്ത. മുത്ത്. ആനയുടെ ഓരോ ആനയുടെയും ശിരസിലൊരു മുത്ത് വഹിക്കുന്നതാണ് ഒരു സങ്കല്പം. അതിന് പ്രതിദാനം ചെയ്യുന്ന കിണ്ണാണ് ഇത്. ഗജമുക്ത എന്ന് പറഞ്ഞ കിണ്ണം. ഇത് നെറ്റിക്കിണ്ണം. നമ്മുടെ ടെമ്പിൾ. അതേപോലെ തന്നെ ആനയുടെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലം. ഇനി ഇറക്കങ്ങളിലേക്ക് പോവാം. മനസ്സിലായില്ലേ? 2 ഭാഗത്തും ഒരുപോലെ 9 കിണ്ണങ്ങൾ വീതം വരിക. നവകങ്ങളുമായി ബന്ധപ്പെട്ടാണ് അതിനെ സങ്കല്പിച്ച് വെച്ചിട്ടുള്ളത്. നവകം എന്ന് പറഞ്ഞ് മനസ്സിലായില്ലേ? അമ്പലത്തിൽ പൂജയുടെ നവപൂജയൊക്കെ ഇല്ലേ? നവരസങ്ങൾ, നവതീർത്ഥങ്ങൾ, നവമേഘങ്ങൾ, നവധാന്യങ്ങൾ, നവലോകങ്ങൾ, നവരത്നങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാത്തിനെയും നവത്തിനെ സങ്കല്പിച്ചുകൊണ്ട് നവലോകങ്ങളായ എല്ലാത്തിനെയും സങ്കല്പിച്ചുകൊണ്ടാണ് ഈ 9 ഇറക്കക്കിണ്ണങ്ങൾ വെച്ചിട്ടുള്ളത്. പിന്നെ ചന്ദ്രക്കലയാണ്. ചന്ദ്രക്കല നമ്മുടെ ദ്വാദശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12ആണ്. നമ്മളതിൽ എല്ലാം ഒറ്റ സംഖ്യയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് 11 ചന്ദ്രക്കല. അതിന് ശിവൻ്റെ ശിരസിലെ ഇതും ഗംഗയുടെ ഇതും അതൊക്കെയാണ് ഈ കുഞ്ചലം സാധനങ്ങളൊക്കെ വന്നിട്ട് ഇന്നൊരു സങ്കല്പം ആ സ്ഥാനത്തിലാണ് ഒന്നോന്ന് നിർത്തിയിട്ടുള്ളത്. പിന്നെ ഇതിൽ വരുന്നത് നിറവുകിണ്ണങ്ങൾ എന്ന് പറയും. എൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ലേ നിറവുകിണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ 64ആണ്. 64 കലകളുടെ അധിപനാണ് ശിവൻ എന്നുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതിനെയൊക്കെ സങ്കല്പിച്ചുകൊണ്ടാണ് 64 കിണ്ണങ്ങൾ ഈ നിറവുകിണ്ണങ്ങൾ വെച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു കുറച്ചും കൂടി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ സപ്തർഷികൾ ഇങ്ങനെയൊക്കെ തുടങ്ങി ഉള്ള കുറേ സങ്കല്പങ്ങളുണ്ട്. അതൊക്കെ ഇതിനകത്ത് ഈ നിറവുകിണ്ണങ്ങളുടെ സ്ഥാനത്തിൽ കൂട്ടി ചോദിച്ച് സംസാരിക്കാറുണ്ട്.
ഇതിൽ ഒരു ഗാലക്സി എന്ന് പറഞ്ഞാൽ കോടാനുകോടി നക്ഷത്രങ്ങളുടെ ഒരു സമുച്ചയത്തെയാണ് ഒരു ഗാലക്സി എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഗാലക്സികളുണ്ട്. അതിനൊക്കെ പ്രതിദാനം ചെയ്യുന്നതാണ് ഈ കൊച്ചു 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 എല്ലാ എണ്ണങ്ങളും. ഈ എണ്ണങ്ങളെ എന്താ പറയുക? അതെ, ഇതിനെ നമ്മൾ ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ ചുണ്ടങ്ങ എന്നാണ് പറയുക, ഏറ്റവും ചെറുതിനെ. പക്ഷേ ഈ അരികിൽ വെക്കുന്നതുകൊണ്ട് ഇതിനെ അരിക്കവടി എന്നും പറയും. അരിക്കവടി. അതിന് അരികിൽ മാത്രം വെക്കുന്നുള്ളൂ. കണ്ട 2 ലൈൻ. ഈ തലയെക്കെട്ട് ഇപ്പോൾ ചൂരൽപ്പൊളി തലയെക്കെട്ട് എന്ന് സാധാരണക്കാരന് മനസ്സിലാവുന്നത് ഈ ചൂരൽപ്പൊളിയുടെ ആകൃതിയിലുള്ള ഇത് ചുറ്റും വയ്ക്കുന്നതാണ്. കുറേ ചൂരിൽ നമ്മളെടുത്ത് നടുപൊളിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഷേപ്പിനെയാണ് അവർ ചൂരൽപ്പൊളി എന്നുള്ള സാധനത്തിന്. അത് ഈ കിണ്ണങ്ങളുടെ ഒക്കെ ചുറ്റും ഫുൾ പൂവായിട്ട് കൃത്യം വെക്കണം. ഈ ഒറ്റ കിണ്ണത്തിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചില്ല. ഇതിനെ ആനയുടെ ഇതിൽ തുനിപ്പൂവ് എന്ന് പറയും. ആനയുടെ തുമ്പി ഇങ്ങനെ വിടർന്ന് പൂ പോലെ നിൽക്കും. സൂചിയായിട്ട് എടുക്കാൻ പറ്റാനെങ്കിൽ അതിന് പ്രതിദാനം ചെയ്യുന്ന കിണ്ണാണ് തുനിപ്പൂവ്. പിന്നെ തുമ്പ് കിണ്ണം എന്നും കൂടി പറയും. തുമ്പ് കിണ്ണം. തുനി എന്ന് പറഞ്ഞാൽ ആനയുടെ തുമ്പി, അയക്കാണ് തുനി എന്ന് പറയുന്നത്. ഈ ഒരു തലയെക്കെട്ടിൻ്റെ നിർമ്മാണം നമ്മൾ നേരത്തെ കോലത്തിൻ്റെ നിർമ്മാണത്തിൽ പറഞ്ഞ പോലെ തന്നെ ആദ്യമായി എണ്ണങ്ങൾ അടിച്ചെടുക്കലാണ്. അതിൻ്റെ അതായത് ഇപ്പോൾ ഇത് 1/6 നെറ്റിപ്പട്ട. അതായത് 1/6 എന്ന് പറയുന്നത് ഒരു കോല് 6 വിരൽ. ഒരു കോല് എന്ന് പറയുന്നത് 28.4 ഇഞ്ച്. വിരലെന്ന് പറയുന്നത് ഇഞ്ചിനേക്കാൾ കൂടും. അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അതിനനുസരിച്ചുള്ള വട്ടക്കെണ്ണം കൂമ്പക്കെണ്ണാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഇല്ല ഈ ഇതാണ് അളവ്, നീലത്തോടില്ല. ഇതിങ്ങനെ എണ്ണങ്ങൾ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ പോളിഷിംഗ് ആണ്, അല്ലെങ്കിൽ സ്വർണ്ണമുക്കലാണ്. പോളിഷ് ചെയ്ത് സ്വർണ്ണമുക്കലാണ്. സ്വർണ്ണം മുക്കി കഴിഞ്ഞാൽ വീണ്ടും പോളിഷ് ചെയ്ത് കൈ പോളിഷ് ചെയ്ത് ഇതെല്ലാം സെപ്പറേറ്റ് വേർതിരിച്ച് കൊടുക്കാം. നല്ല മറ്റവർക്ക് തുന്നാൻ പറ്റണം. പിന്നെ ഓജമല്ലേ ഈ ചുണ്ടെങ്കിൽ തന്നെ 7 തരമുണ്ട്. ഇത് 1/4 തരമാണ് ശരിക്കും പറഞ്ഞത്. ഇതിന് താഴെയാണ് ബാക്കി വരുന്ന ഏറ്റവും ചെറുത്. ഇതിലൊക്കെ വരുന്ന ചെറിയ സാധനങ്ങൾ ഏറ്റവും കുഞ്ഞിത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇത് തുണിയിൽ കൃത്യമായി എണ്ണം തുന്നി പിടിപ്പിക്കലാണ് പിന്നത്തെ ജോലി. തുന്നി പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പൊടിപ്പിന് എന്താണ് ഒരു ഇത് പറയുന്നത്? പൊടിപ്പിന് ആദ്യം കൊടിക്കൂറയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന അതേ കളറിൽ തന്നെയാണ് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത്. 3 വർണ്ണേ ഉണ്ടായിരുന്നുള്ളൂ, കറുപ്പ്, വെളുപ്പ്, ചുവപ്പ്. പിന്നീട് അത് പഞ്ചവർണ്ണം എന്നുള്ള സ്ഥാനത്തിലേക്ക് വന്നു. പിന്നീട് കാലം മാറിയതിനനുസരിച്ച് എന്ത് കളർ വേണമെങ്കിലും കിട്ടാമെന്നായി. അതിൻ്റെ സാധ്യതയും അത് ഓരോരുത്തരും പറയും. ഇപ്പോൾ വിനോദ് പറയാം, വിനോദിൻ്റെ ചുവപ്പ് വേണം, മഞ്ഞ വേണമെന്നോ, അല്ലെങ്കിൽ വിനോദ് സങ്കല്പിച്ച് വെച്ചിട്ട് 5-6 കളർ ഉണ്ടാവും. അത് മേടിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോദ്. ഇത് വെച്ചാൽ മതി ഇതോടെ, അങ്ങനത്തെ ഒരു സാധനത്തിലേക്ക് പോയി. അതിന് പിന്നെ കളറണമെന്നൊന്നുമില്ല. ഇപ്പം തന്നെ ഓരോ പക്ഷം ഓരോ കളറിങ്ങാണ്. അത് തിരുമ്പടിയിലും പറവക്കായാലൊക്കെ അങ്ങനെ തന്നെ. അപ്പോൾ ഇത്തരത്തിൽ പ്രധാന ആനയ്ക്ക് കെട്ടുന്നത് ചൂരൽപ്പൊളി തലയെക്കെട്ടും, കൂട്ടാനകൾക്കുള്ളത് നാഗപടം തലയെക്കെട്ടും, ബാക്കിയെല്ലാം വണ്ടോട് തലയെക്കെട്ടും. വണ്ടോട് എന്ന് പറഞ്ഞാൽ വണ്ടിൻ്റെ തോട് പോലുള്ള ഭാഗമാണ് ഇതിന് ചുറ്റും വയ്ക്കുക. നമ്മൾ വണ്ടോട് എന്നൊക്കെ അതാ ഞാൻ പറഞ്ഞത്. ഇതിനൊക്കെ ഒരു കാലത്ത് കവിതകളിൽ വണ്ടോടിൻ വടിവിലെഴും നീലക്കല്ലോല ആ വരികളൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഇത്തരം സാധനങ്ങളിൽ നിന്നൊക്കെ എടുത്തു വെച്ചിട്ടുള്ള വാക്കുകളാണ്. നമ്മൾ വളരെ ഈസിയായിട്ട് വണ്ടോട് എന്നൊക്കെ പറയാം. ഇത് നേരത്തെ പറഞ്ഞ വണ്ടിൻ്റെ എനിക്ക് കഥകളി കിരീടത്തിൽ പോലും ഈ വണ്ടോടിൻ്റെ ഷേപ്പുള്ള ഡിസൈനിങ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാതൊക്കെ. ഇതിൻ്റെ അതുപോലെ അറ്റത്ത് കാണുന്ന എന്താ പറയുക, ഈ തലക്കെട്ടിൻ്റെ പുറത്തേക്ക് കാണുന്ന ഞാത്തി എന്താ പറയുക, നമ്മൾ കാളാഞ്ചിയിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, പൊടിപ്പിന് ചുറ്റും ഈ അലുക്കുകളും അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ അരിയിൽ വെക്കുന്ന എല്ലാ കളറും കൂട്ടിച്ചേർത്ത് ഒരു കാളാഞ്ചി ഉപയോഗിക്കുക. അതല്ലാണ്ട് വേറെ സംഭവമൊന്നുമില്ല. അരികിൽ എത്ര കളർ ഉപയോഗിക്കുന്നുണ്ട് ആ കളർ കൂടി ചിലപ്പോൾ ഒറ്റ കളറിൽ കെട്ടുന്നവരുണ്ട്, ചിലർ എല്ലാ കളറും കൂട്ടി ഉപയോഗിച്ച് കെട്ടും. തൃശ്ശൂർ പൂരത്തിന് 15 ആനകൾക്കും പുതിയ തലയെക്കെട്ടാണ് എല്ലാ വർഷവും ഉണ്ടാക്കുക എന്നുള്ളത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രധാന ആനയ്ക്ക് ചൂരൽപ്പൊളി തലയെക്കെട്ടും, അപ്പുറവും ഇപ്പുറവുമുള്ള ആനകൾക്ക് നാഗപടം തലയെക്കെട്ടും, അതിനറ്റത്തുള്ള ആനകൾക്ക് വണ്ടോട് തലയെക്കെട്ടുമാണ് പൂരത്തിനായി ഉപയോഗിച്ചു വരുന്നത്.